2 ലക്ഷം രൂപയ്ക്ക് ഏതർ വർത്താണോ അതോ 1 ലക്ഷം രൂപയ്ക്ക് ഓർബിറ്റർ വർത്താണോ? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു റീൽസ് വിത്ത് ശ്രീ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിലെ 2 പോപ്പുലർ ഫാമിലി ഇലക്ട്രിക് സ്കൂട്ടേഴ്സാണ്. അതായത് TVS ഓർബിറ്റർ വേഴ്സസ് ഏതർ റിസ്റ്റ. ഏതാണ് വാല്യൂ ഫോർ മണി? ഏതാണ് കൂടുതൽ റേഞ്ച് നൽകുന്നത്? ഫീച്ചേഴ്സ്, പെർഫോമൻസ്, കംഫർട്ട്, ചാർജിങ് ടെക്നോളജി, മെയിൻറ്റെയിൻസ്, പിന്നെ ആരാണ് വാങ്ങാൻ ഏറ്റവും നല്ലത്? എല്ലാം ഈ വീഡിയോയിൽ വിശദമായിട്ട് നോക്കാം. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണും. ഈ 2 വണ്ടിയും പേഴ്സണലി എനിക്ക് നന്നായിട്ട് അറിയുന്ന വണ്ടിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതർ റിസ്റ്റ എൻ്റെ വണ്ടിയാണ്, ഓർബിറ്റർ എൻ്റെ കൂട്ടുകാരൻ്റെ വണ്ടിയാണ്. സോ ഞങ്ങൾ രണ്ടാളും ഇത് മാറി മാറി ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാൻ പറ്റും. ഇനി ഞാൻ 2 വണ്ടിയുടെ സ്പെക്ക് പറഞ്ഞുതരാം. അതായത് ഇതിൻ്റെ 2ൻ്റെ ബാറ്ററി വരുന്നത്, അതായത് TVS ഓർബിറ്റർ V2 എന്ന ഈ വേരിയൻറ്റിൻ്റെ ബാറ്ററി വരുന്നത് 3.1 കിലോ വാൾട്ട് ആണെങ്കിൽ ഏതർ റിസ്റ്റയുടെ 3.7 കിലോ വാൾട്ട് ആണ്. ക്ലെയിംഡ് റേഞ്ച്, അതായത് TVS ഓർബിറ്ററിൻ്റെ കമ്പനി റേഞ്ച് പറയുന്നത് 158 കിലോമീറ്റർ ആണ് ഒറ്റ ഫുൾ ചാർജിൽ. പിന്നെ ഏതർ റിസ്റ്റയുടെ കമ്പനി ക്ലെയിംഡ് റേഞ്ച് പറയുന്നത് 159 കിലോമീറ്റർ ആണ്. ഇതിൻ്റെ 2ൻ്റെ ടോപ്പ് സ്പീഡ് ഓർബിറ്ററിൻ്റെ 68 കിലോമീറ്റർ ആണെങ്കിൽ ഏതർ റിസ്റ്റയുടെ 80 കിലോമീറ്റർ ആണ്. ഇതിൻ്റെ മോട്ടോർ പവർ എന്ന് പറയുന്നത് ഓർബിറ്ററിൻ്റെ വളരെ കുറവാണ്, 2.1 കിലോ വാൾട്ട് ആണെങ്കിൽ ഏതർ റിസ്റ്റയുടെ 4.3 കിലോ വാൾട്ട് ആണ്. 0 to 40 കിലോമീറ്റർ 6.8 സെക്കൻഡിൽ ഓർബിറ്റർ എത്തുമെങ്കിൽ 4.7 സെക്കൻഡ്സിലാണ് റിസ്റ്റ എത്തുക. കമ്പനി ക്ലെയിം ചെയ്യുന്ന സ്പീഡാണ്, അതായത് ടോപ്പ് സ്പീഡ് 68 കിലോമീറ്റർ ആണ് ഓർബിറ്ററിൻ്റെയും 80 കിലോമീറ്റർ ആണ് റിസ്റ്റയുടെയും. എനിക്ക് ഓർബിറ്ററിൽ കിട്ടിയത് വെറും 60 കിലോമീറ്റർ ആണ് ടോപ്പ് സ്പീഡ്. എങ്കിൽ എനിക്ക് റിസ്റ്റയിൽ കിട്ടിയത് 75 വരെയാണ്. 5 കിലോമീറ്റർ അവർ പറയുന്നത് വെറുതെയാണ്, കിട്ടുന്നൊന്നുമില്ല. ഏതറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഓർബിറ്റർ വളരെ ചെറിയ വണ്ടിയാണ്. അതുകൊണ്ട് നമുക്ക് വല്ലാതെ സ്പീഡിലൊക്കെ പോകുമ്പോൾ ചെറിയൊരു കോൺഫിഡൻസ് കുറവ് കിട്ടും. കാരണം ഇതിൻ്റെ വീലിൻ്റെ ഇഞ്ചസിൽ ചെറിയ വ്യത്യാസമുണ്ട്. 14 ഇഞ്ച് ഓർബിറ്റർ ആണെങ്കിൽ ഏതർ റിസ്റ്റ 12 ഇഞ്ചസ് ആണ്. ഇതിൻ്റെ അണ്ടർ സീറ്റ് സ്റ്റോറേജ് രണ്ടും സെയിം ആണ്, 34 ലിറ്റർ ആണ് 2 വണ്ടിക്കും കൊടുത്തിരിക്കുന്നത്. ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഓർബിറ്ററിൻ്റെ ഡിസ്പ്ലേ സാധാ LCD TFT വേരിയൻറ്റ് ഡിപ്പെൻഡ് ആണ്. പിന്നെ നമ്മുടെ ഏതർ റിസ്റ്റയുടെ വരുന്നത് TFT ടച്ച് സ്ക്രീനാണ്. ഇനി 2 വണ്ടിയുടെയും മോശവും നല്ലതുമായിട്ടുള്ള ഭാഗങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഓർബിറ്ററിൽ അവർ പൈസയൊന്നും കൊടുക്കാതെ തന്നെ വണ്ടിയുടെ ബേസിക് വേരിയൻറ്റിൽ വരേണ്ട സൈഡ് സ്റ്റെപ്പ്, സൈഡ് ഫുഡ് സ്റ്റെപ്പ് എല്ലാം കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഏതറിൽ അതൊന്നും കൊടുത്തിട്ടില്ല. പറയുമ്പോൾ ശരിക്കും ഏതർ ഫുൾ ഓപ്ഷനാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. അതിൽ അവർ ബേസിക് മര്യാദയായിട്ടുള്ള അവരുടെ സൈഡ് ഫുഡ് സ്റ്റെപ്പോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. അത് നമ്മൾ വേറെ പൈസ കൊടുത്ത് മേടിക്കണം എന്നുള്ള ഒരു സ്കീമാണ് അവർ പറയുന്നത്. അതും ഓൾറെഡി 1,90,000 രൂപ വിലയുള്ള ഈ വണ്ടിക്ക്. ഇനി ഓർബിറ്ററിലേക്ക് വരുമ്പോൾ എനിക്കിതിൻ്റെ സ്വിച്ചസൊക്കെ വളരെയധികം ക്വാളിറ്റി കുറവുള്ള പോലെ തോന്നി. അതായത് ഈ ക്രൂയിസ് കൺട്രോളിൻ്റെ സ്വിച്ചും ഇപ്പുറത്തെ ഈ പാർക്കിൻ്റെ സ്വിച്ചും നമ്മൾ അമർത്തി കഴിഞ്ഞാൽ ഉള്ളിലേക്ക് പോകും. പിന്നെ തിരിച്ചു വരണമെങ്കിൽ നമ്മൾ നഖം കൊണ്ട് വലിക്കണം. അങ്ങനത്തെ കുറച്ച് ക്വാളിറ്റി കുറവുള്ള പ്രശ്നങ്ങൾ ഈ ഓർബിറ്ററിനുണ്ട്. എന്നാൽ ഏതറിൻ്റെ സ്വിച്ചസ് എല്ലാം വളരെ ക്വാളിറ്റി ഉള്ളതാണ്. അതാണ് ഈ 2 വണ്ടിയുടെയും പ്രത്യേകത. അത് ആ പ്രൈസ് റേഞ്ചിൻ്റെ വ്യത്യാസം എന്തായാലും വണ്ടിയിൽ കാണിക്കും. എനിക്കത് വളരെയധികം മോശമായിട്ട് തോന്നി. കാരണം ഓർബിറ്ററിൻ്റെ സ്വിച്ചസ് ഭയങ്കര മോശമാണ്, എന്നാൽ ഏതറിൻ്റെ സ്വിച്ചസ് ഭയങ്കര നല്ലതാണ്. ഇനി ഈ 2 വണ്ടിയുടെയും സർവീസ് കോസ്റ്റ് വരുമ്പോൾ രണ്ടും ഏകദേശം സർവീസ് കോസ്റ്റിലൊന്നും വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. TVS ഓർബിറ്ററിന് ശരിക്കും കുറച്ച് കുറവാണ് ഏതറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. നമുക്ക് 5000 കിലോമീറ്റർ ഓടി ഏതർ റിസ്റ്റയ്ക്ക് വരുന്നത് ഏകദേശം 2500 രൂപയാണ് സർവീസ് കോസ്റ്റ് വരുന്നത്. എന്നാൽ TVS ഓർബിറ്ററിന് അതിനും താഴെയാണ് വരിക. ഇനി എനിക്ക് വേറെ കാര്യം തോന്നിയത്, 2 വണ്ടിക്കും വെയിറ്റിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. എനിക്ക് ഏതറിന് കുറച്ചുകൂടി വെയിറ്റ് കുറവായ പോലെയും ഓർബിറ്ററിന് കുറച്ച് വെയിറ്റ് കൂടുതലായ പോലെയാണ് തോന്നിയത്. ഇനി എനിക്ക് എൻ്റെ റിസ്റ്റയിൽ കിട്ടിയ പണി, എനിക്ക് ബ്രേക്ക് ഓടിക്കുമ്പോൾ ഭയങ്കര ഒച്ചയാണ് കുറച്ച് കാലമായിട്ടുണ്ടായിരുന്നത്. അത് ഏതറിൻ്റെ ഷോറൂമിൽ പോയപ്പോൾ അവർ ശരിയാക്കി തന്നു. അത് മാത്രമാണ് എനിക്ക് ആകെ ഒരു വട്ടം സർവീസ് സെൻറ്ററിൽ പോകേണ്ട അവസ്ഥ വന്നത്. എന്നാൽ ഓർബിറ്ററിൽ അവന് കിട്ടിയ പണി സ്റ്റാൻഡിൻ്റെ സെൻസറിൻ്റെ ഇഷ്യൂ, ഈ സ്വിച്ചസിൻ്റെ ഇഷ്യൂ, ഇതൊക്കെയാണ് അവന് കിട്ടിയ പണി. ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെങ്കിലും നമ്മൾ ഒരു വട്ടം സർവീസ് സെൻറ്ററിൽ പോയി ഇത് കൊടുത്ത് വെയിറ്റ് ചെയ്യുന്ന ആ സമയം നമുക്ക് ശരിക്കും നഷ്ടം തന്നെയാണ്. ഇനി പേഴ്സണലി നിങ്ങൾ എന്നോട് ചോദിക്കുവാണ്, നിങ്ങൾ ഏത് വണ്ടി ഇതിലെടുക്കണം, നിങ്ങൾക്ക് ഒരു ആഴ്ചയിൽ 100 കിലോമീറ്ററൊക്കെ ഓടിക്കാനുള്ളൂ എങ്കിൽ എന്തായാലും നിങ്ങൾ ഓർബിറ്റർ മാത്രം എടുത്താൽ മതി. അല്ല, നിങ്ങൾക്ക് ഡെയിലി ഒരു 50-60 കിലോമീറ്റർ ഓട്ടോ ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ ഏത് റിസ്റ്റ് എടുക്കുക. 2 വണ്ടിയും നല്ല വണ്ടികളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. നിങ്ങൾ ബഡ്ജറ്റ് കുറഞ്ഞ് നല്ലൊരു വണ്ടി എന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ ഓർബിറ്റർ എടുക്കാം. ബഡ്ജറ്റ് കൂടി നല്ല ഓട്ടവും കാര്യങ്ങളും ഉള്ളവർക്കാണെങ്കിൽ ഏത് റിസ്റ്റേ എടുക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ 2 വണ്ടികളുടെയും വിശേഷങ്ങൾ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ.